2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവ മർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ജീവവചന പ്രഭാത ധ്യാന ചിന്തയുടെ കേൾവിക്കാർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വസ്തതയും ദൈവവിധിയും എന്നൊരു വിഷയമാണ് നാം ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശുശ്രൂഷാ വേളയിൽ നേരിട്ട ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ തൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കുന്ന ഒരു സന്ദർഭത്തിൽ താൻ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവ മർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ എന്നുള്ളത്. ഞങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തർ തന്നെ. കൊരിന്ത്യർ പൗലോസിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഭക്തൻ അതിന് പ്രാഗൽഭ്യത്തോടെ മറുപടി പറയുകയാണ്. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. 2 കൊരിന്ത്യർ 4-3 വാക്യമാണ്. ഇവിടെ 3 തരത്തിലുള്ള വിധിയെക്കുറിച്ചാണ് പൗലോസ് ഈ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തുന്നത്. ഇതേപോലെയുള്ള ഒരു സാഹചര്യം നമുക്കും നേരിടേണ്ടി വരുമ്പോൾ നമ്മെ ഏൽപ്പിച്ച ഗൃഹവിചാരകത്വത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ശക്തമായൊരു മാതൃക ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കൂടി വെളിപ്പെടുത്തി കാണിക്കുകയാണ് ദൈവാത്മാവ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ വിധി അന്യരുടെ വിധിയാണ്. അന്യരുടെ വിധി ഇത് മനുഷ്യരാലുള്ള വിധിയാണ്. പൗലോസ് അധൈര്യപ്പെടാതെ പറയുന്നത് ഇത് എനിക്ക് എത്രയും ലഘുകാര്യമെന്നാണ്. മനുഷ്യർ കഴിക്കുന്ന വിസ്താരത്തെ സംബന്ധിച്ച് ഞാൻ ഭയപ്പെടുന്നില്ല. കാരണം മനുഷ്യന്റെ വിധി പുറമേ നോക്കിയാണ്, അത് ശരിയാകണമെന്നില്ല. മനുഷ്യർക്ക് മറ്റുള്ള മനുഷ്യരുടെ ആന്തരികാവസ്ഥ ആരാഞ്ഞറിയുവാൻ ഒരിക്കലും സാധ്യമല്ലല്ലോ. മറിച്ച് അവർ ബാഹ്യമായത് കണ്ട് വിസ്തരിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവരാണ്. ഈ വിധി ഒരിക്കലും പൂർണ്ണതയുള്ളതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ പൗലോസ് ഈ വിധിയെക്കുറിച്ച് പറയുന്നു, ഈ വിധി ലഘുകാര്യമായി മാത്രമേ എനിക്ക് കാണുവാൻ കഴിഞ്ഞുള്ളൂ. അടുത്ത ഒരു കോടതിയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നുണ്ട്. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. രണ്ടാമത്തേത് ഒരുവന്റെ മനസാക്ഷിയുടെ വിധിയാണ്. പൗലോസ് പറയുന്നു, ഞാൻ തന്നെ തന്നെ വിധിക്കുന്നില്ല എന്നാണ്. കാരണം എനിക്ക് ഒരുവിധ കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും ഞാൻ നീതിമാനാകയില്ല. മനുഷ്യ മനസാക്ഷി പാപത്തിൽ മലിനമാക്കപ്പെട്ടതാണ്. ആ മനസാക്ഷി എപ്പോഴും ശരിയായിരിക്കണമെന്നില്ല. പലപ്പോഴും മനസാക്ഷി തഴമ്പിച്ചതായിരിക്കാം. നാം ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആദ്യം മനസാക്ഷി പ്രതികരിക്കും. എന്നാൽ മനഃപൂർവ്വം നാം അത് ആവർത്തിച്ചാൽ മനസാക്ഷി തുടർന്ന് പ്രതികരിക്കില്ല. മനസാക്ഷി തഴമ്പിച്ചതിനാൽ ചെയ്തു പോയ തെറ്റും ചിലപ്പോൾ ശരിയാണെന്ന് തോന്നിപ്പോകും. പ്രിയരെ, ഒരു തെറ്റ് പല പ്രാവശ്യം ആവർത്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ മനസാക്ഷി തഴമ്പിച്ച് തെറ്റാണെന്ന് ബോധ്യമാകുകയില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, തനിക്ക് യാതൊരു തെറ്റിനെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനാകുകയില്ല എന്ന്. അർത്ഥാൽ മനസാക്ഷി കുറ്റം വിധിക്കുന്നില്ല എന്നതുകൊണ്ട് മനുഷ്യരുടെ പ്രവൃത്തികൾ ദൈവസന്നിധിയിൽ ശരിയായിക്കൊള്ളണമെന്നില്ല. ഒരുവൻ ജീവിച്ചു വരുന്ന പശ്ചാത്തലം അനുസരിച്ചും മനസാക്ഷിയുടെ വിധി നിർണയങ്ങൾക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പാരമ്പര്യവും സാഹചര്യവും അനുസരിച്ചും മനസാക്ഷിക്ക് മാറ്റം വരാം. അതുകൊണ്ട് തന്നെ ഒരുവന്റെ മനസാക്ഷിയുടെ വിധി ഒരിക്കലും നീതിപരമായിരിക്കുകയില്ല. മൂന്നാമത്തെ വിധി ഏകനാഥനും കർത്താവുമായ ദൈവത്തിൻ്റെ വിധിയാണ്. പൗലോസ് പറയുന്നു, എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു.
ഈ വിധി മാത്രമേ അന്തിമവും നീതിയുക്തവുമായ വിധിയാകുകയുള്ളൂ. അഗ്നിജാലയ്ക്കത്തോളം കണ്ണുള്ള സർവജ്ഞാനിയായ കർത്താവിന് മുൻപിൽ ഒന്നും ആരും എവിടെയും മറവായിരിക്കുകയില്ല. അവൻ ബാഹ്യമായതും ആന്തരികമായ ചിന്തകളും വിചാരങ്ങളും ശബ്ദങ്ങളും കേൾക്കുന്നു, കാണുന്നു. അവൻ സകല ഹൃദയങ്ങളെയും ആരാഞ്ഞറിയുന്നവനും ഇരുട്ടുപോലും മറവില്ലാത്തവനും ഇരുളിൽ മറഞ്ഞിരിക്കുന്നതിനെ വെളിച്ചത്തെത്തിക്കുവാൻ കഴിയുന്നവനുമാണ്. മനുഷ്യന്റെ പല പാപങ്ങളും പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ടു വരികയില്ല. അത് ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്നവയാണ്. എന്നാൽ അവയൊന്നും ദൈവത്തിന് മറഞ്ഞിരിക്കുന്നില്ല എന്ന സത്യം നാം തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയരെ, ദൈവത്തിൻ്റെ വിധി മാത്രമാണ് ന്യായമായ വിധി, പൂർണ്ണതയുള്ള വിധി. വിശ്വസ്ത ഗ്രഹവിചാരകത്വം ചെയ്യുന്ന ദൈവമക്കളുടെ വിശ്വസ്തതയെ പല കാരണങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടുവാൻ സാധ്യതയുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വിധിയുടെ നാളിൽ മറഞ്ഞിരിക്കുന്നതിനെ വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തുമ്പോൾ അന്ന് ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് പുകഴ്ചയുണ്ടാകും എന്ന് പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. യഥാർത്ഥ പുകഴ്ച ലഭിക്കുന്നത് കർത്താവിൻ്റെ വിധി നാളിലായിരിക്കും. അതുകൊണ്ട് ഈ മുന്നറിയിപ്പും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നുണ്ട്. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിനു മുമ്പ് ഒന്നും വിധിക്കരുത് എന്ന മുന്നറിയിപ്പ് പ്രിയരെ വിശ്വാസ സമൂഹത്തിനാണ് പൗലോസ് നൽകിയിരിക്കുന്നത്. പൗലോസിന് സ്വീകാര്യമായ വിധി മനുഷ്യരുടെ വിധിയല്ല, മനസാക്ഷിയുടെ വിധിയല്ല, ദൈവത്തിൻ്റെ വിധിയായിരുന്നു. കൂടപ്പുറപ്പുകളെ, നമ്മുടെ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഭാരപ്പെടേണ്ട കേട്ടോ. പൗലോസ് അപ്പോസ്തലൻ ധൈര്യപ്പെട്ടതുപോലെ ഉറപ്പും ധൈര്യവും ഉള്ളവരായി ഗ്രഹവിചാരകത്വത്തിൽ വിശ്വസ്തരായി മുന്നേറുക. അതിൽ ശ്രദ്ധിക്കുക. മനസ്സ് പതറിപ്പോകാൻ സമ്മതിക്കാതിരിക്കുക. മനുഷ്യരുടെ വിധിയും മനസാക്ഷിയുടെ വിധിയും സത്യമല്ല. കർത്താവിൻ്റെ വിധിയെ നേരിടുവാൻ ഒരുങ്ങുക. ദൈവം വിധി പ്രസ്താവിക്കുമ്പോൾ ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ച ലഭിക്കേണ്ടതിന് പ്രാഗൽഭ്യത്തോടെ ഏൽപ്പിച്ചത് ചെയ്തു പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പരിശുദ്ധനായ നീതിമാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയം ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങളെ ശ്രദ്ധയോടെ കേട്ട് ബലപ്പെടാൻ തന്ന അവസരത്തിനും ഭാഗ്യപദവിക്കുമായി നന്ദിയോടെ സ്തോത്രം. വചനം കേൾക്കുന്നത് ഏറിയ ഭാഗ്യകരമായ അവസ്ഥയാണല്ലോ പിതാവേ. ആ കേട്ട വചനം ധ്യാനിച്ച് ആ വചനത്തിൻ്റെ സത്യം ഏറ്റെടുത്ത് അനുസരിച്ച് ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. ഇന്ന് പകൽ അങ്ങനെ ഒരു ജീവിതം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. മനുഷ്യന്റെ വിധിയെയും മനസാക്ഷിയുടെ വിധിയെയും നോക്കാതെ, ഭയപ്പെടാതെ ദൈവത്തിൻ്റെ വിധിയെ ഭയപ്പെട്ട് ആ വിധി നാളിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ കഴിയണമെന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങളുടെ ജീവിതം ക്രമീകരിക്കുവാൻ ഇന്ന് പകലും ഞങ്ങളെ സഹായിക്കണമേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ കൃപ പകരണമേ. ജനം വിടുവിക്കപ്പെടട്ടെ, ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, ജനം സൗഖ്യമാക്കപ്പെടട്ടെ, വിശ്വസ്തത വെളിപ്പെടുത്തുവാൻ ഇടയാകട്ടെ. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.